ഉണ്ടാക്കിയ ദിവസം ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമാത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യഹോവയുടെ വാദ്യങ്ങളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥാനത്താവേ, ശ്രാപ്പുകളും വെലുമ്പുകളും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഇടതടവില്ലാതെ നീ ആത്മ സ്തുതിക്കുമ്പോൾ ആ സ്തുതികളുടെ മധ്യേ വസിക്കുന്ന ഒരു ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ആരാധനയിലൂടെ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ദേശത്തും ഞങ്ങളുടെ സഭയിലെ മുഴുവൻ വിശ്വാസ സമൂഹത്തിലും അനുഭവിപ്പാൻ അവിടുത്തെ ആഗ്രഹി. ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ ആരാധന ഓൺലൈനായി അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കും അവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും അത് കാരണമായി തീരാനും അങ്ങയുടെ ആഗ്രഹമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി ഞങ്ങൾ വിനയപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരട്ടെ. നാഥ, ആദ്യയുടെ ബന്ധവൃത്തിയാൽ ഞങ്ങൾ നടക്കുകയും അങ്ങനെ ഞങ്ങൾ കർത്താവിനെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ആത്മനിറവോടുകൂടി ആരാധിച്ച് മുഖപ്പെടുത്തുവാൻ കൊണ്ട് ചെയ്യിച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും സമ്പൂർണ്ണമായി ഞങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ആരാധന ആരംഭിക്കട്ടെ. നാഥ, അവസാനിക്കുന്ന വ്യക്തിക സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നടക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശുമശിഹാ മുഖാന്തരം ഞങ്ങളോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 34-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ആരംഭിക്കാം. ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 34-ാമത്തെ ഗീതം തേനിനേക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ എന്നതാണ്. നമുക്ക് ചേർന്ന് പാടാം. തേനിനേക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ, അതു തേടി നിവേദം ഓടി വന്നിടുക ദിനം തോറും മനമേ. തേനിനേക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ, കാശിനി തന്നിൽ സ്നേഹമുൾക്കൊണ്ടു കഷ്ടമനുഭവിച്ചു. പാപകന്മഷം പോക്കി ശാപത്തെ നീക്കി കണ്ടറിയുക മനമേ. തേനിനേക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ, പാപിയെ രക്ഷിച്ചിടുവാൻ സ്വന്തം ജീവനെ അവൻ നൽകി. ഏവം പാരകരുണ സിന്ധുവെ സ്തുതിച്ചു പാടുക നീ മനമേ. തേനിനേക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ, മായലോകത്തിൻ മോളികളുഷസ്സിൽ മഞ്ഞുപോൽ മാഞ്ഞിടുമേ. എന്നും മന്നവനേശു മലരടി നമ്പി വാഴുക നീ മനമേ. തേനിനേക്കാളും
ദിവ്യമധുരമല്ലോ. ഭൂനിവാസികളും സ്വർഗ്ഗവാസികളും പുകഴ്ത്തി സ്തുതിക്കുന്ന ഭക്തി പൂണ്ടുമി സ്വന്തമാക്കുവിൽ സ്വർഗ്ഗം പൂക്കുവാഴാം മനമേ. തേനിനെക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ. പ്രിയനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ മടങ്ങണം. 7-5 ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്തുതിദാനിയിലൂടെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ മടങ്ങണം. 7-5 ഭാഗം. ദൈവമാത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കുമിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിൽ അവിടെ നമ്മോട് ക്ഷമിച്ച സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു, അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. കർത്താവിന്റെ സഹോദരങ്ങളെ, പാപത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. നമുക്ക് പാപമില്ല എന്ന് നാം പറയുമെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ വിശ്വസ്തരും നീതിമാനും ആകുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അനുതാപപൂർവ്വം വന്ന് മുട്ടുകളെ മടക്കി പാപക്ഷമയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ബലഹീനതകളെയും, എല്ലാ കുറവുകളെയും, എല്ലാ പാപങ്ങളെയും ഓർത്ത് നമുക്ക് അനുദപിക്കാം. അറിഞ്ഞും അറിയാതെയും വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ പിഴവുകൾ, നമ്മുടെ ചിന്തകളിൽ വന്നുപോയ പിഴവുകൾ ഓർത്ത് നമുക്ക് ദൈവത്തോട് അനുദപിക്കാം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റവും ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ അവയെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും നമ്മുടെ പാപപ്രവൃത്തികളെ ഇനി ഞാൻ ആവർത്തിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടെ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. കർത്താവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ചില നിമിഷങ്ങൾ മൗനമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപത്തോടുകൂടെ ആരാധനക്രമം 12 കാണുന്ന അനുതാപ പ്രാർത്ഥന. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയങ്ങളോട് തന്റെ രക്ഷണത്തിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാരുടെ പ്രയാതനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പരിമിതമായ സമയങ്ങളും ഞങ്ങൾ ഹൃദയങ്ങളും സങ്കടം
പീഡയിൽ നിന്ന് മോചനം നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈ ക്ഷയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശബ്ദങ്ങൾ ഓർത്തും മനുഷ്യരുടെയും സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്നതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പഴകിയ ഓർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന ന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തി ഓർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച മിതമായ താല്പര്യം ഓർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ച ഓർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ കാര്യങ്ങളുടെ അപേക്ഷകൾ ക്ഷമിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളോട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാകരുണകളുണ്ട് അവയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. യഥാർത്ഥമായി തങ്ങളുടെ പാപങ്ങൾ അനുദപിച്ചുപേക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ കരുണാമയ ദൈവം നൽകുന്ന പാപക്ഷമയുടെ വാക്കുകളെ സമീപിക്കും. അവിടെ നമ്മുടെ പാപങ്ങൾ ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശഭൂമിയിൽ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയാലിന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിങ്ങളുടെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ വിമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം ചെയ്ത എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ആരാധന 18 കാണുന്ന മറിയയുടെ പാട്ട് നമുക്ക് സ്തോത്ര പ്രാർത്ഥനയായി ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധന 18 കാണുന്ന മറിയയുടെ പാട്ട്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ വികസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇതു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യം വാഴ്ത്തും. ശക്തനായ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറകളോട് ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. ഹൃദയജാലകളിലേക്ക് ചിലർച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി താഴെ ഉയർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ നന്മകൾ ആഗ്രഹിച്ച് സമ്പന്നന്മാരെ അവിടുത്തെ അയച്ചു വന്നിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അഭിനാമം അവന്റെ സന്നിധിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടത് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്ന ക്രിസ്ത്യാനികളുള്ള പാഠപുസ്തകത്തിൽ 130 ഗീതം ചേർന്ന് പാടാം. എന്നാത്മാവിൻ സ്നേഹം മേപ്പനെ ഹൃദയത്തിൽ ആനന്ദമേ ആരംഭിക്കുന്ന 130 ഗീതം. സമീപിക്കും
ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഒഴുകി വരുന്ന ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി കാണിക്കുന്നു, എൻ്റെ ദൈവം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധമന്ദിരത്തിൽ നിന്ന് നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ ആധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ വളർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായിൽ സന്തോഷമുള്ള അധരങ്ങളാൽ എന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായകമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തനാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാണിന്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവരെ ന്യായീകരിക്കും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവരെല്ലാം പുകഴും. എങ്കിലും ഘോഷം പറഞ്ഞവരുടെ വായി അടങ്ങിപ്പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം എപ്പോഴും എന്നേക്കും അപ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദപാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനം. യഹൂദന്മാരുടെ പെസഹ സമീപം ആകുകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻപാണിപ്പക്കാരെയും കണ്ടിട്ട് കയർ കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻപാണിപ്പക്കാരുടെ നാണ്യം തൂങ്ങിക്കളഞ്ഞ മേശകളെ മറിച്ചിട്ടു.
പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവേ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ശിഷ്യന്മാർ, എൻ്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവഴുത്ത് യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവഴുത്തും യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു. ഈ വായിച്ച തിരുവചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22 അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ നമ്മുടെ വിശ്വാസത്തെ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമായി ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിലുള്ള സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ശിരസ്സുകളെ നിർമ്മിക്കുകയും പ്രാർത്ഥനയ്ക്കായി ദൈവങ്ങളിൽ തന്നെ ഇപ്പോൾ നമുക്ക് പരമേൽപ്പിക്കുകയും ചെയ്യാം. കുട്ടികളെ മുടക്കി പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിനയപ്പെടാം. ഈ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവമുഖത്തേക്ക് നോക്കുന്നതിനും ദൈവം നമുക്ക് ഒരു അനുവാദം തന്നു. അതികഠിനമായിരിക്കുന്ന രോഗത്തിൻ്റെ തീവ്രമായ വ്യാപനം നമ്മെ ദൈവാലയങ്ങളിൽ നിന്ന് ആരാധനകളിൽ നിന്നും അകറ്റി ഞായറാഴ്ച ദിവസങ്ങളിൽ ഭവനങ്ങളിലേക്ക് നമ്മെ ഒതുക്കിയിരിക്കുകയാണ്. കോവിഡ് ഈ മഹാമാരി പല ഭേദങ്ങളിലായി നമ്മുടെ ദേശത്തും നമ്മുടെ ഭവനങ്ങൾക്കകത്തും രോഗവാഹിയായി തിന്മകളും ബലഹീനതകളും കഠിനമായ രോഗ ബുദ്ധിമുട്ടുകളും വരുത്തി തീർത്തിരിക്കുന്ന ആളുകളെ ഈ ദേശത്തെ നമ്മുടെ ഭവനങ്ങളെ വ്യക്തിജീവിതങ്ങളെ ദൈവം അത്ഭുതമായി സംരക്ഷിക്കുന്നവരായി, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കേണ്ടതിനായി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ രോഗികളായി ക്ഷീണിതരായി ആവശ്യങ്ങളിലും ആവശ്യഭാരങ്ങളിലും കഴിയുന്ന പ്രിയപ്പെട്ടവരെയും കുടുംബ ജീവിതങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു. നമ്മുടെ സഭയുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു. ദൈവത്തോടും കർശന നിമിഷങ്ങൾ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്നവരുടെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായിരിക്കുന്ന ഈ ഒരു ദിവസം കാണാൻ അനുഭവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനോട് സ്തോത്രം ചെയ്യും. വിശുദ്ധ ആരാധനയിൽ എല്ലാവർക്കുമായി ഒരുമിച്ച് ദൈവാലയത്തിൽ കൂടിയേണ്ടവരായിരുന്നു എങ്കിലും പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭവനങ്ങൾ
ചുരുക്കം പേർ മാത്രം കർത്താവെ ദേവാലയത്തിൽ കൂടിയിരിക്കുമ്പോൾ എളിയവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഭവനങ്ങളിൽ നിന്ന് ആരാധനകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ഞങ്ങളോട് മനസ്സറിയണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം അതിതീവ്രമായ വ്യാപനത്തിലായിരിക്കുന്ന നാളുകളിൽ വ്യക്തിപരമായി അനേകം പേർ രോഗികളും ക്ഷീണിതരുമായിരിക്കുമ്പോൾ, ഭവനങ്ങളിലാകുവാനും രോഗാവസ്ഥകളിൽ കഴിയുമ്പോൾ, രോഗത്തിൻ്റെ അതികഠിനമായിരിക്കുന്ന ഈ അതിശക്തമായിരിക്കുന്ന വ്യാപനത്തിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തികളെല്ലാം അവിടുന്ന് സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥ, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. ദേശത്തിൻ്റെ മേലുള്ള ന്യായവിധിയുമാണ് കർത്താവ്, ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ദൈവാലയത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവാലയത്തിലെ പ്രവർത്തനങ്ങളും സംഘടനകളും ഒക്കെ ഈ മാസത്തിൽ ഞങ്ങളത് പുനരാരംഭിച്ചെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നത് അവിടുന്ന് അറിയുമല്ലോ കർത്താവെ. തടസ്സങ്ങളെ, ബലഹീനതകളെ കർത്താവ് മാറ്റി ഈ നാളുകളിൽ അവിടുത്തെ ദിവ്യവും ശക്തവുമായ കാര്യങ്ങളിൽ ഞങ്ങളെ എടുക്കുകയും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ വീണ്ടെടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങൾ വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ ദൈവാലയത്തിൽ കോവിഡിൻ്റെ പ്രയാസങ്ങളോടുകൂടെ ഭാരം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവ് ചെന്ന് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തമായ പനിയുടെയും തൊണ്ടവേദനയുടെയും ശരീരവേദനയുടെയും നടുവേദനയുടെയും പ്രയാസങ്ങളും പേറി ഭാരത്തോടെ ബലഹീനതയോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ അങ്ങ് ആശ്വാസവും സൗഖ്യവും നൽകിയവരെ അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയാൽ മക്കളെ വീണ്ടെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങൾ വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ദൈവാലയത്തിൽ രോഗികളായി കഴിയുന്ന വിവിധവും വ്യത്യസ്തമായിരിക്കുന്ന രോഗത്തിൻ്റെ പ്രയാസങ്ങളോടുകൂടെ കഴിയുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും പരിപൂർണമായിരിക്കുന്ന വിടുതലും ആശ്വാസവും സൗഖ്യവും ലഭിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗാതുരമായിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ പരിമേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കളെ കരുതിക്കൊള്ളണമേ അപ്പ. അവരിൽ നാടുകളിൽ രോഗികളോ ക്ഷീണരോ പോകാതെ കർത്താവിനുള്ള കാര്യങ്ങളിൽ അവരെ സൂക്ഷിക്കുകയും ശരീരസുഖത്താൽ ബലത്താൽ ദീർഘായുസ്സുഖത്താൽ ഏവരെയും ദൈവം കാമത്ത് പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ മറ്റ് പലതരമായിരിക്കുന്ന ക്ഷീണങ്ങളോടുകൂടെയൊക്കെ കഴിയുന്നവർക്ക് ദൈവം ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളായി കഴിയുന്ന കുടുംബനാഥന്മാരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പദ്ധതിയോടുകൂടെ അധ്വാനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ പകരുകയും വിവിധവും വ്യത്യസ്തവുമായിരിക്കുന്ന മേഖലകളിൽ അവർ ഇടപെടുമ്പോഴും തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വ്യാപൃതരാകുമ്പോഴും എല്ലാം കർത്താവിന്റെ മക്കളെ അത്ഭുതമായി അതിശയമായി കാത്ത് പരിപാലിക്കുകയും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ അവരോട് നിർത്തിക്കൊള്ളുകയും ചെയ്യണമേ ഞങ്ങൾ വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്തോത്രം. ദൈവമായ ഞങ്ങളുടെ ദൈവാലയത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മേൽ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അമ്മമാരെ അനുഗ്രഹിക്കുന്ന ജീവിതങ്ങളോ രോഗികളോ ആയി പോകാതെ കർത്താവിന്റെ ഉള്ളകരങ്ങളിൽ അവരെയും വഹിക്കുകയും ദൈവത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരികളെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിപ്പാൻ, യൗവനകാലത്തിൽ നമുക്കായി യൗവനരക്തം ചെറിയ കർത്താവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കർത്താവിനെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നാളുകളായും തങ്ങളുടെ യൗവനം ജീവിക്കാൻ അനുവദിക്കാതെ വാക്കുകൊണ്ടും നടപ്പുകൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ തരുവാണ്. ഞങ്ങളുടെ ദൈവാലയത്തിലെ എല്ലാ യൗവനക്കാരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നവരുടെ പഠന മേഖലകളെ അനുഗ്രഹിച്ചു കൊടുക്കണമേ. പഠനത്തിലൂടെ ഉന്നതമായ വിജയങ്ങളെ കരസ്ഥമാക്കിക്കൊണ്ട് അവരുടെ ഭാവി ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ രോഗാതുരമായ ജീവിത സാഹചര്യത്തിൽ ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസങ്ങളും മറ്റുമെല്ലാം മുടക്കം നേരിട്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവേ, ഞങ്ങളുടെ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ഈ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെയും ഹയർ സെക്കൻഡറി തലങ്ങളിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെയും നിങ്ങൾ ഓർക്കുന്നു. ഡിഗ്രി തലങ്ങൾ മുതലുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവരുടെ പഠന മേഖലകളിൽ അവർ ഉയർന്നു വരുന്നതിനും പരീക്ഷകളുടെ ഉന്നതവും ആധികാരികവുമായ വിജയങ്ങളെ കരസ്ഥമാക്കുന്നതിന് കർത്താവ് സഹായിക്കണമേ. അവർ പഠിക്കുന്ന സ്കൂളുകൾ, കലാലയങ്ങൾ, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരോടൊപ്പം പഠിക്കുന്ന സഹപാഠികൾ എല്ലാവരെയും നിങ്ങൾ ഓർക്കുന്നു. രോഗത്തിന്റെ ബലഹീനമായ സാഹചര്യത്തിൽ
നിക്ഷേപങ്ങളും വായ്പകളും ലോണുകളും മുടക്കം കൂടാതെ അടഞ്ഞു പോകാൻ അത്യധികമായി പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായിരിക്കും കഠിനമായ സാമ്പത്തിക ഞെരുക്കങ്ങളിലും കർത്താവെ അധികമായിരിക്കുന്ന കഷ്ടപ്പാടുകളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദാരിദ്ര്യ ദുഃഖങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം സന്ദർശിക്കുകയും അവിടുത്തെ കൃപകളാൽ ജീവിതത്തിന്റെ വെല്ലുവിളികളെ ധൈര്യത്തോടെ ഏറ്റെടുത്ത് എല്ലാ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാൻ, പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാൻ സർവശക്തനായ ദൈവം മക്കളെ സജ്ജമാക്കുകയും അവരോട് ചേർന്ന് അവിടെ നടന്ന് മക്കളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും പിടിയിലകപ്പെട്ട് കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ട് വേദനകളിൽ ഭാരങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ കർത്താവേ, കുടുംബങ്ങളിൽ എന്റെ കർത്താവ് ആശ്വാസപ്രദനായി കൂടെ ഇരിക്കുകയും അത്തരത്തിൽ രോഗ ബലഹീന കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് സമാധാനം അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ പ്രവേശിച്ച കുടുംബ ജീവിതങ്ങൾ ഈ നാളുകളിൽ കർത്താവെ പ്രതീക്ഷിച്ച ശത്രു വിജയം കാണാതെ കുടുംബങ്ങളിൽ വേദനകളിലും ഭാരങ്ങളിലും ആയിരിക്കുന്നവർ, ദൈവമായ കർത്താവെ കുടുംബങ്ങളിൽ ഒരു വേർപിരിയലിന്റെ വാക്കോളം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിത്യാദി കുടുംബങ്ങളിൽ വേദനകളോടെ ഭാരങ്ങളോടുകൂടെ സമാധാനം നഷ്ടപ്പെട്ടവരായി, മക്കളിൽ നിന്ന് നന്മകൾ ഉണ്ടാകാതെ, മാതാപിതാക്കളിൽ നിന്ന് നന്മ ലഭ്യമല്ലാതെ, ജീവിത പങ്കാളിയിൽ നിന്നുള്ള സ്നേഹങ്ങളും കരുതലുകളും ഒന്നും ലഭ്യമല്ലാതെ, കുടുംബ ബന്ധങ്ങളിലൊക്കെ ശിഥിലമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട ജീവിതങ്ങളുണ്ടെങ്കിൽ, ദാമ്പത്യങ്ങളുണ്ടെങ്കിൽ, വ്യക്തിപരമായ ജീവിതങ്ങളുണ്ടെങ്കിൽ, എൻ്റെ കർത്താവേ ബന്ധങ്ങളുടെ നാഥനായ ദൈവമേ, അവരുടെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ സ്തോത്രം. വിധവമാരായി കഴിയുന്ന അമ്മമാർ, സഹോദരിമാർ, വൈദ്യുതി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. കുടുംബങ്ങളുടെ നാഥനായ ദൈവം നല്ല ബുദ്ധിയും ആലോചനകളും എൻ്റെ മക്കൾക്ക് നൽകി അനുദിന ജീവിതത്തിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ വഹിച്ച് വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതയാത്രയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, മറ്റു പ്രിയപ്പെട്ടവർ എന്നിവരെയൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകളിലും ദുഃഖങ്ങളിലും കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന വിള്ളലുകളെ നികത്താൻ ഞങ്ങൾക്ക് ആർക്ക് കഴിയും? എൻ്റെ കർത്താവെ, അന്ന് തന്നെ അവിടെ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മരണാസന്നരായി കഴിയുന്നവരെല്ലാവരെയും ഒന്ന് പ്രത്യാശയിൽ നിർത്തണമേ. ദുർബലരും പീഡിതരും അഗതികളുമായി കഴിയുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാണാനും കേൾക്കാനും നടക്കാനും സംസാരിക്കാനും കഴിവില്ലാത്ത കർത്താവെ, വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അന്യഥാ കഴിവുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് കൃപയോടെ കടാക്ഷിക്കുകയും കർത്താവിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി കർത്താവെ ഒപ്പം ജീവിപ്പാനുള്ള കൃപ മക്കളുടെ മേൽ പകർന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദൂരദേശങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കാണുന്നവരെയും ആർക്കും യാതൊരു ആപത്തനർത്ഥങ്ങളും പറ്റാതെ എല്ലാവരെയും സുഖഭദ്രമായി സുരക്ഷിതമായി കാത്തുകൊള്ളണമേ നാഥ. ദൈവമായ കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോ നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഓരോ കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ആ നന്മകൾ അനുഭവിക്കാനുള്ള ഭാഗ്യത്തെ ദൈവം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഒരു ഭവനം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, സ്വന്തമായ ഒരു ഭൂമി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, ഒരു വാഹനം എനിക്ക് ലഭ്യമായിരുന്നതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സഫലമാക്കി അനുഗ്രഹീതമായ നന്മകളെ അനുഗ്രഹിച്ച് നൽകി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളിൽ നിലനിൽക്കുന്ന സർവശക്തനായ ദൈവമേ, ഒരു ഉപജീവനമാർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ അധ്വാനങ്ങൾക്കും വിദ്യാഭ്യാസത്തിന് അനുസൃതമായി ഒരു ഉപജീവനമാർഗ മേഖലകളിലേക്ക് പ്രവേശിച്ചതിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ ചെയ്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ പുലർത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സർക്കാർ മേഖലകളിലെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലികൾ ചെയ്യുന്നവർ, പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവെ, അപ്രകാരം തന്നെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതുപോലെ ഞങ്ങളുടെ സഭയിൽ നിന്ന് വിധവും വ്യത്യസ്തവുമായിരിക്കുന്ന തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്, വാഹനങ്ങൾ ഓടിച്ചു ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്,
തൊഴിലാളികൾ, അതുപോലെ അപ്രകാരം തന്നെ കാർപ്പന്റർമാർ, കർത്താവെ കൃഷിപ്പണികൾ ചെയ്യുന്നവർ, കൂലിപ്പണികൾ ചെയ്യുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അതികഠിനമായിരിക്കുന്ന വെയിലിലും കർത്താവെ മഴയിലുമൊക്കെ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർ, രാത്രിയിലോ പകലിലോ വ്യത്യാസമില്ലാതെ തങ്ങളുടെ തൊഴിലുകൾക്ക് വേണ്ടി പോകുന്ന പ്രിയപ്പെട്ടവർ, അപകടകരമായിരിക്കുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇത്യാദി വ്യത്യസ്തങ്ങളായിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ വ്യാപൃതരായി തങ്ങളുടെ കുടുംബങ്ങളെ പോറ്റുകയും പുലർത്തുകയും ചെയ്തവരെയും കർത്താവ് കൃപയോടെ കടാക്ഷിക്കുകയും അവരുടെ അധ്വാനങ്ങളിൽ അവിടുത്തെ കൃപ ധാരാളമായി പകർന്നതിന്റെ കുഞ്ഞുങ്ങളെ അവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നിന്റെ ഭാഗ്യവാൻ നിനക്ക് നന്മ വരുമെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ മക്കളെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവിന്റെ നന്മ അനുഭവിച്ചുകൊണ്ട് കുടുംബങ്ങൾ ഭദ്രമായി മുന്നേറാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ദേശത്തെ ഒന്നുകൂടെ കരങ്ങളിൽ പരിണമിപ്പിക്കുന്നു. ഈ ജീവിത സാഹചര്യത്തെ, ലോകാതുരമായ ജീവിത സാഹചര്യത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ പരിണമിപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വളരെയധികം ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമായി തീരാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അധികാരികളോട് മനസ്സറിയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് ഭരണ നേതൃത്വം നൽകുന്ന ഭരണനേതൃത്വങ്ങളിലായി നിലവിലേക്ക് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റുകൾക്കായി, പ്രതിപക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു ഭരണ നിർവഹണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുണ്ടാകാൻ അവിടെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനെ അനുഗ്രഹിച്ച് നൽകണമേ. നന്മയുടെ ദിവസം ഞങ്ങൾ അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഭാവികാല നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലത്തെ ഞങ്ങൾ സമ്പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സഭകളുള്ള ഞങ്ങളുടെ ഡിസ്ട്രിക്ട്, ഞങ്ങളുടെ മഹായിടവക നേതൃത്വങ്ങളായിരിക്കും പ്രിയപ്പെട്ടവർ, അഭിവൃദ്ധി മോഡലേറ്റർ തിരുമേനി ഏവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ദൈവത്തിലൂടെ ആളുകളെ സൂക്ഷിക്കണമേ. സകലത്തിന് വേണ്ടി ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കുകയും ദൈവത്തിലൂടെ ആളുകൾ ഞങ്ങളെ കാത്തുകൊള്ളുകയും ആളുടെ താഴെ മുദ്രയിട്ടുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളെയും, രോഗകാരണമായിരിക്കുന്ന എല്ലാ രോഗബലഹീനതകളെയും, അന്ധകാര ശക്തികളെയും, ശത്രുവിന്റെ ദോഷങ്ങളെയും, യുദ്ധത്തിന്റെ അധികാരങ്ങളെയുമെല്ലാം ഞങ്ങളിൽ നിന്നോട് മാറ്റി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ദിവ്യകൃപകളാൽ ഞങ്ങളെ വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും സമ്പൂർണ്ണമായി ഞങ്ങളുടെ കർത്താവികൾ ഭരമേൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല കർത്താവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ക്രിസ്ത്യാനികളുടെ പാഠപുസ്തകത്തിൽ 490 ഗീതം നമുക്ക് ചേർന്ന് ആരംഭിക്കാം. ഗീതം 490. സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെ നീ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോൽ. നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യും.
തീർന്നു നിൻ സവിധേ വരാനില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേ വരാനില്ല പാരിൽ വിശ്രമവും. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാക്ഷിച്ചിടുന്നേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. സ്വർഗ്ഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർത്തിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥലത്തായ അല്പസമയം ഞങ്ങൾ ദൈവവചന ധ്യാനത്തിനായി അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഉന്നതമായ ചിന്തകളാൽ ആഴമായ ദർശനങ്ങളാൽ ഞങ്ങളെ സമ്പന്നമാക്കി കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിഷ്ഠമായി പോകാതെ നൂറുമേന്യ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ ഇടയാക്കി ചെയ്യണമേ. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ, അങ്ങനെ ഞങ്ങളെ ഏറ്റെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്കുള്ള സ്വർഗ്ഗസ്ഥലത്താവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുക എന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ക്രൈസ്തവ വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് അറിയാം. വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ പഴയ നിയമ പുസ്തകം മുതൽ തന്നെ കർത്താവ് നിരന്തരം സ്തുതികളിൽ വസിച്ചിരുന്ന ഒരു ദൈവമായിരുന്നുവെന്നും സറാഫുകളും കെരൂബുകളും ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നും അവ ഇടതടവില്ലാതെ ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിരുന്നു എന്നും നമുക്ക് അറിയാം. നാം ആരാധിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിനെയാണ്. ഉദ്ധാനം ചെയ്ത, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ നാം ആരാധിക്കുകയും ആ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ പ്രഘോഷിക്കുകയും ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ക്രിയേക വിശ്വാസം. ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക എന്നത് നാം കേട്ടിരുന്നതും ഇടപഴകിയിരുന്നതുമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുമിച്ച് ഒരു ആരാധനാ സങ്കേതങ്ങളിൽ നിന്ന് മാറി ഈ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി എന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ടതായി, നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ടതായി വരുന്നു എന്നതാണ് സങ്കടമായ ഒരു സംഗതി. എന്നാൽ ഈ സവിശേഷമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും നാം പലയിടങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവസ്നേഹം നമ്മെ ഒരുമിപ്പിക്കുകയും ഒരു മനസ്സുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ തന്നെ ഈ ദിവസങ്ങളിൽ ആരാധനാലയങ്ങളായി തീർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാം പാഠമായി വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13 മുതൽ 22 വരെയുള്ള വേദവചനങ്ങൾ ദൈവാലയത്തിലെ ദൈവജനത്തിന്റെ ആരാധനാ മനോഭാവത്തെയും ആ ആരാധനാ മനോഭാവത്തോട് ജനം പുലർത്തിയ നിസ്സംഗതയ്ക്കെതിരെ ക്രിസ്തുവിന്റെ ശക്തമായിരിക്കുന്ന ഇടപെടലുകളുമാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. പെസഹായ്ക്ക് സമീപം ദേവാലയത്തിൽ കണ്ടുവരുന്ന പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് ദൈവാലയത്തിൽ
ക്രിസ്തു അവിടെ പ്രതികരിക്കുന്നത് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആരാധനയോടുള്ള ജനത്തിന്റെ മനോഭാവത്തിൽ നിസ്സംഗതയുണ്ടായപ്പോൾ, ആരാധനയോടുള്ള ജനത്തിന്റെ മനോഭാവത്തിൽ നിസ്സംഗതാ മനോഭാവം ഉണ്ടായപ്പോൾ, ആലയത്തിന്റെ ഉള്ളിലുള്ള ജനത്തിന്റെ ജീവിത രീതികളിൽ വ്യത്യാസമുണ്ടായപ്പോൾ ക്രിസ്തു അവരെ സമീപിക്കുകയും അവരോട് ശക്തമായി ഇടപഴകുകയും ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വ്യവസ്ഥിതിയോട് ജനത്തിന്റെ മനോഭാവങ്ങളോട് പ്രതികരിക്കുന്ന ക്രിസ്തുവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ ഭാഗം നാം പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രഥമ ഭാഗത്ത് യെരൂശലേം ദൈവാലയത്തിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യ ചരിത്ര പശ്ചാത്തലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാം. ഇവിടെ ദൈവാലയത്തിൽ ധാർമ്മികമായിരിക്കുന്ന ഒരു അധഃപതനവും ആത്മീയമായിരിക്കുന്ന ഒരു അധഃപതനവും സംഭവിച്ചിരിക്കുന്നു. ആലയത്തിലെ ആരാധനകളെ കേന്ദ്രീകരിച്ച് ഒരു കച്ചവട സംസ്കാരം വളരുകയും ഈ കച്ചവട സംസ്കാരം ആലയത്തിലുണ്ടായിരുന്ന വിശ്വാസത്തെയും ആരാധനകളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നിടത്തു നിന്നാണ് യേശുവിന്റെ വിപ്ലവകരമായ ഇടപെടൽ ആരാധനയ്ക്കകത്തുണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും. പെസഹയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, യാഗം നടക്കുന്ന ദിവസമാണ്. കാള, ആട്, പ്രാവ് എന്നിവയെല്ലാം യെരൂശലേം ദേവാലയത്തിനുള്ളിലെ ബലി മൃഗങ്ങൾ ആയിരുന്നു. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആട്ടിൻകുട്ടിക്ക് അവൻ വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ 2 പൂർവ്വപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്ന് പാപയാഗമായി മറ്റതിനെ ഹോമയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരികയാണ്. അപ്പോ ദരിദ്രരായിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ അതിനകത്തുണ്ടായിരുന്നു. അവർ 2 പ്രാവിനെയോ അല്ലെങ്കിൽ കന്യമായ ദരിദ്രൻ വല്ല പ്രാവിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ദൈവാലയത്തിൽ സമർപ്പിച്ചാൽ മതിയായിരുന്നു. കാരണം പ്രാവ് ദരിദ്രരുടെ യാഗവസ്തുവാണ്. അതിനോട് ദാക്ഷിണ്യപൂർവമായിട്ടാണ് പെരുമാറുന്നത് യഹൂദന്മാരുടെ. അപ്പോൾ നമുക്ക് ഈ ഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ ഈ പ്രാവ് ദരിദ്രരുടെ യാഗവസ്തു, എന്നാൽ ആട്, കാള എന്നിവ കുറെ കൂടെ സമ്പന്നരുടെ ആയിരിക്കുന്ന ഒരു യാഗവസ്തുവുമായിരുന്നു എന്നറിയാൻ കഴിയും. എന്നാൽ ദരിദ്രരായിരുന്ന ആളുകൾ 2 പ്രാവുമായി ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കച്ചവട സംസ്കാരത്തിലുള്ളവർ പറയുവാൻ കഴിയോ, ഇത് ഊനമുള്ള പക്ഷിയാണ്, ഇതിന് പകരം നിങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു പക്ഷി വാങ്ങണം എന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയുമായി ദൈവാലയത്തിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയും, ഇത് പാപമുള്ള ആട്ടിൻകുട്ടിയാണ്, ഊനമുള്ളതാണ്, ഇതിനെ മാറ്റി പുതിയൊരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊള്ളണം എന്ന് പറയും. അങ്ങനെ അവർ കൊണ്ടുവരുന്ന ആടിനെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു 250 രൂപ വില നിശ്ചയിച്ച ശേഷം മറ്റൊരാടിനെ അവർക്ക് 500 രൂപയ്ക്ക് കൊടുക്കുമായിരുന്നു. ഈ ഊനമുള്ള ആടിനെ മാറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു 250 രൂപ അവരവിടെ നിന്ന് ലാഭം കണ്ടെത്തും. എന്നാൽ അടുത്തൊരാൾ വരുമ്പോൾ ഈ 250 രൂപയ്ക്ക് വാങ്ങിയ ഊനമുള്ള ആടിനെ വീണ്ടും 1000 രൂപയ്ക്ക് അടുത്ത ആളിന് നൽകുക പതിവാണ്. ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ അതിനകത്ത് നിലനിന്നിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. മറ്റൊന്ന്, അവിടെ വിദേശത്തു നിന്ന് വരുന്ന യഹൂദന്മാർ, റോമൻ, യമന, സിറിയ വിദേശ രാജ്യങ്ങളുമായി ഇവിടെ വരുമ്പോൾ അവർക്ക് യഹൂദ നാണയം മാറ്റി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ യഹൂദ നാണയം മാറ്റിയെടുക്കുമ്പോൾ അരശക്കെ അവർ യഹൂദ നികുതിയായി ദൈവാലയത്തിൽ അടയ്ക്കാമായിരുന്നു. അപ്പോൾ ഒരു നാണയം മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ തന്നെ ഇരട്ടി പങ്ക് ദൈവാലയത്തിൽ ഇങ്ങനെ അടയ്ക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അവർ പലതരത്തിൽ ഈ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ കഠിനമായി ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ മുഴുവനായി അവരുടെ ദൈവാലയത്തിന്റെ ഉൾത്തടങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു സവിശേഷമായ സാഹചര്യം നിലനിന്നിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. നോക്കുക, യേശു ഇവിടെ പ്രവേശിക്കുന്നത് എവിടെയാണ്? യേശു പ്രവേശിക്കുന്നത് ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. യെരൂശലേം ദൈവാലയത്തിൽ പ്രധാനമായും 3 സ്ഥലങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നിങ്ങനെ 3 സ്ഥലങ്ങളുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം പുരോഹിതൻ ജനങ്ങളുടെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കാൻ കയറുന്ന അതിവിശുദ്ധ സ്ഥലവും എല്ലാ ശബത്തുകളിലും ആരാധന നടത്തുന്ന
ദരിദ്രർ, അടിമകൾ എന്നിവരുണ്ടായിരുന്നു. നോക്കുക, ദൈവാലയത്തിലുണ്ടായിരുന്ന കച്ചവട സംസ്കാരം ദ്രോഹിച്ചു കൊണ്ടിരുന്നത് സാധാരണക്കാരെയായിരുന്നു. അടിമകളെയും ദരിദ്രരെയും വിജാതീയരെയുമായിരുന്നു. ദൈവാലയത്തിൽ കുടികൊണ്ടുവന്നിരുന്ന നിലനിന്നു വന്ന അല്ലെങ്കിൽ വികസിച്ചു വന്നിരുന്ന കച്ചവട സംസ്കാരം ദരിദ്രന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതും ഹരിക്കുന്നതും അടിമയുടെയും വിജാതീയരുടെയും ആരാധന സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റവുമായിരുന്നു. ഈ കടന്നുകയറ്റത്തിനെതിരെയാണ് യേശു പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് സഭയുടെ പരമോന്നതമായിരിക്കുന്ന ദൗത്യം. എന്നാൽ ഈ ദൗത്യത്തിൽ നിന്ന് സാധാരണക്കാരനെ, ദരിദ്രനെ, കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ ഒക്കെ മുമ്പിൽ ഒരു വിലങ്ങുതടിയായി സഭ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ക്രിസ്തുവിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ വാർഷിക വരുമാനമായി ഏതാണ്ട് 75,000 പവൻ, അന്ന് ഇന്നത്തെയല്ല, അന്ന് 75,000 പവൻ ലഭ്യമായിരുന്നു എന്നാണ് സഭാപിതാവായിരുന്ന ജെറോം അഭിപ്രായപ്പെടുന്നത്. നോക്കുക, ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഇത്തരം വ്യവസ്ഥിതികളുടെ മേൽ യേശു കലഹിക്കുകയാണ്. യേശു ഇനി ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നോക്കുക, യേശു ആദ്യമായി ചെയ്ത അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നതാണ്. കൽപ്പാത്രങ്ങളിലുണ്ടായിരുന്ന വെള്ളത്തെ വാക്കുകൊണ്ട് വീഞ്ഞാക്കി ക്രിസ്തു തന്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി കുറിച്ചതിന് ശേഷം നേരെ വരുന്നത് ഈ ദൈവാലയത്തിന്റെ ഉള്ളിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കുക. നേരെ ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നു. മാത്രമല്ല, യേശുവിന്റെ ജീവിതത്തിന്റെ, തന്റെ ഉപദേശത്തിന്റെ നാൾവഴികളിൽ അന്ത്യത്തോളം യേശുവിനെ നാം കാണുന്നത് തീർത്തും അഹിംസാവാദിയായി, സമാധാനവാദിയായിട്ടാണ്. മലമുകളിലെ പ്രസംഗങ്ങളിലെല്ലാം യേശു പറയുന്നത്, ഒരു ചെകിട്ടത്തടിക്കുന്നവന് നീ മറ്റൊരു ചെകിടം നിന്റെ അടുത്ത ചെകിടൂടെ കാണിച്ചു കൊടുക്കണമെന്ന്. ഒരു മനുഷ്യന് ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ അവനോട് 2 നാഴിക പോകണമെന്നും എല്ലാം ആഹ്വാനം ചെയ്യുന്ന യേശു, നോക്കുക, ഈ ജനത്തോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇടപെടുന്നത് ഇങ്ങനെയാണ്. താൻ ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ ചമ്മട്ടിയുമായി ഒരു മന്ദനായി യേശു അകത്തേക്ക് വരികയാണ്. വിമോചകനായിരിക്കുന്ന ദൈവത്തെ, ക്രിസ്തുവിനെ, രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ, സ്നേഹവാനായിരിക്കുന്ന ക്രിസ്തുവിനെ ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഒറ്റൊരിടത്താണ് മന്ദനായി നാം കാണുന്നത്. ഒറ്റൊരിടത്താണ് മന്ദനായി അല്ലെങ്കിൽ അടിക്കുന്നവനായി, ആയുധധാരിയായി കാണുന്ന ഒരേ ഒരു സ്ഥലം ഈ ഭാഗത്ത് മാത്രമാണ്. യേശുവിനെ എപ്പോഴാണോ നാം ആയുധധാരിയായി കണ്ടത്, അത് സാധാരണ ജനത്തിന്റെ ആരാധന നിഷേധിച്ച ഇടത്തിലാണ് യേശുവിനെ മർദ്ദകനായി നാം കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അടിമയുടെയും ദരിദ്രന്റെയും സാധാരണക്കാരുടെയും ജീവിത സാഹചര്യത്തിന്റെ മേൽ, അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തിന്റെ മേൽ പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ സഭ തന്നെ അതിന് അനുവാദം നൽകാതിരിക്കുമ്പോൾ, സഭയുടെ വ്യവസ്ഥിതികളും നാട്യവ്യവസ്ഥിതികളും സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക സ്രോതസ്സുമെല്ലാം ആലയത്തിലെ ഒരു വിഭാഗം ജനത്തെ അപമാനിതരാക്കി മാറ്റി നിർത്തിയപ്പോൾ അവിടെയാണ് യേശു തന്റെ ഇടപെടൽ നടത്തുന്നത് എന്ന് നാം ഓർക്കുക. പ്രിയരെ, ദൈവത്തെ ആരാധിക്കുന്ന ജനസമൂഹത്തെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേൽ അല്ല, അവരുടെ നിഷേധാത്മക മനോഭാവത്തിന്റെ മേലാണ് യേശു വിപ്ലവകാരിയായി എത്തുന്നത് എന്ന് നാം മറന്നുപോകരുത്. നോക്കുക, ഇവിടെ യേശു പറയുകയാണ്, എന്റെ ആലയത്തെ നിങ്ങൾ ഒരു വാണിഭശാലയാക്കി മാറ്റി. ഇത് ദൈവത്തിന്റെ ആലയമാണ്. കർത്താവ് അവിടെ പറയുകയാണ് ഇതിനെല്ലാം. അതുകൊണ്ട് ഇത്തരം വ്യവസ്ഥിതികളെല്ലാം നിങ്ങൾ അവിടെ നിന്ന് മാറ്റി ഇതിനെ വളരെ സൗകര്യപ്രദമായി ആരാധനയ്ക്ക് സജീവമാക്കണം. അതിനെല്ലാം യേശു മറിച്ചിട്ട് നിങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ ഓർക്കുകയാണ്, എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവൻ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർക്കുകയും യേശു പറഞ്ഞ വാക്കിൽ അവർ വിസ്മയം പൂണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. പ്രാർത്ഥനയോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുന്നു, എന്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കരുത് എന്ന് പറയുന്നു. എന്താണ് ശരിക്കും ദൈവാലയം എന്നത്? ദൈവാലയം എന്നത് ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാണ്. കർത്താവിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ആലയത്തിൽ എഴുതു പോകേണ്ടത് സ്തുതി സ്തോത്രങ്ങളുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുകിൽ ഇന്ന് നമ്മുടെ ആരാധന ആലയങ്ങൾ
കൂട്ടായ്മകൾ ഒരുക്കുന്നതിൽ നിന്ന് മനുഷ്യരെന്ന് കൂടുതലായി സഭയ്ക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ സഭകളെല്ലാം, ആധുനിക ക്രൈസ്തവ സഭകളെല്ലാം തന്നെ സമ്പത്തിന്റെ മടിത്തട്ടിലാണ് ആയിരിക്കുന്നത്. സ്ഥാപനങ്ങളിലൂടെയും സ്ഥാപനവൽകൃത വ്യവസ്ഥിതികളിലൂടെയും എല്ലാം സമ്പത്തിന്റെ മേൽ സമ്പത്ത് വർദ്ധിപ്പിച്ച് ആശുപത്രികളിലൂടെ സാധാരണക്കാരുടെ മേൽ കടന്നു കയറി ആശുപത്രികളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ വിദ്യാഭ്യാസമല്ല, മറിച്ച് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മിഷണറിമാർ ഇവിടെ വന്ന് പള്ളിപ്പുറങ്ങൾ സ്ഥാപിച്ചത് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ്. അവർ ആശുപത്രികൾ സ്ഥാപിച്ചത് ഇവിടെ ഒരു രോഗി പോലും രോഗ ചികിത്സ കിട്ടാതെ മരിക്കരുത്, ഒരു സാധാരണക്കാരന് പോലും ചികിത്സ ഉണ്ടാകണം എന്നുള്ളതാണ്. അവന്റെ ധനം നോക്കിയല്ല ചികിത്സിച്ചിരുന്നത്, അവന്റെ സാമ്പത്തിക സ്രോതസ് നോക്കിയല്ല അവനെ ചികിത്സിച്ച് മരുന്ന് നൽകിയിരുന്നത്, അവന്റെ സാമ്പത്തിക സ്രോതസ് നോക്കിയല്ല അവന് വിദ്യാഭ്യാസം കൊടുത്തിരുന്നത്. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഇടം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടം, ആതുരാലയം പോലെ പ്രവർത്തിച്ചിരുന്നു നമ്മുടെ ആരാധന കേന്ദ്രങ്ങളെല്ലാം. ആ ഒരു സംസ്കാരത്തിൽ നിന്നും ആ ഒരു ദർശനത്തിൽ നിന്നും മാറി ഇന്ന് നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും കെട്ടിടങ്ങൾ പണിയുന്നതും സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കണമെന്നില്ല. സമ്പത്തുള്ളവന്റെ കയ്യിലെ പണം എങ്ങനെ നമ്മുടെ ദൈവാലയങ്ങൾക്കുള്ളിലേക്ക് സ്വരുക്കൂട്ടാക്കാനുള്ള ചിന്താധാരയിൽ നിന്നുകൊണ്ടാണ്. ഇത് ദൈവത്തെ സ്തുതിക്കുന്നതിന് തടസ്സമാണോ എന്ന് നാം ഈ നാളുകളിൽ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കച്ചവട സംസ്കാരത്തിന്റെ പ്രതിനിധികളെ ദൈവാലയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ദൈവാലയത്തെ ശൂന്യമാക്കി ദൈവാലയത്തെ ശുദ്ധീകരിച്ച കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്, അതിന്റെ സാധ്യതകളെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അതിനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും ദരിദ്രനും സമ്പന്നനും എല്ലാം ഒരു ദൈവാലയത്തിന്റെ ഉള്ളിൽ ഒരുപോലെ ഒരുവിടെ കീഴിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിലൂടെ നന്മയുണ്ടാകുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്നു. ആ ദൈവിക നന്മകൾക്കായി കാതോർക്കുന്നതിനും അതിനുവേണ്ടി നിരന്തരം അധ്വാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അധികമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും സമാപന ഗീതം പാടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വഴിപാടുകളെ അർപ്പിച്ച് സമാപന ഗീതം പാടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, സമാപന ഗീതമായി 258-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ചേർന്ന് പാടുമ്പോൾ നാം ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവാലയത്തിലേക്ക് വേണ്ടിയുള്ള വഴിപാടുകളെ നമുക്ക് മാറ്റിവെക്കാം. തുടർന്ന് നാം ദൈവാലയത്തിലേക്ക് വരുമ്പോൾ അതിനെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അർപ്പിക്കുകയും ചെയ്യുക. 258-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. അതിന്റെ 1, 2 അവസാനത്തെ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളാം. ഗീതം 258. Yo
സ്തുതികളിൽ വസിക്കുന്നവനായ ദൈവത്തെ ഞങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഇടങ്ങളായി തീരാൻ, അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്ന ഇടങ്ങളായി തീരാൻ, വലിയ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരും നമുക്ക് ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കേന്ദ്രങ്ങളായി തീരാൻ ഇവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ സജ്ജമാക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ, ഇന്നത്തെ ആരാധനയോടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വളരെ പേര് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവാലയത്തിൽ ഒത്തുകൂടി ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യത്തെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും സമ്പൂർണ്ണമായി ഞങ്ങളുടെ കർത്താവിനെ ഭരമേൽപ്പിക്കുന്നു. യേശുനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമായിക്കൊള്ളണം. സ്വർഗ്ഗസ്ഥലത്തെ കർത്താവേ, ആമേൻ. വീടാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.